സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള കരട് ബിൽ ഇന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വന്നേക്കും. മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിനുൾപ്പെടെ അനുമതി നൽകിയാണ് സർവകലാശാലകൾ അനുവദിക്കുക. കിഫ്ബി മുതൽ മുടക്കിയ റോഡുകളിൽ ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകാനാണ് സാധ്യത. പാലക്കാട് അനുവദിച്ച ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPI നേതൃത്വം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ പാർട്ടി മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ എതിർ അഭിപ്രായങ്ങൾ ഉന്നയിക്കുമോ എന്നതും പ്രധാനമാണ്. സ്വാന്തന സാജു വിശദാംശങ്ങൾ നൽകും. സ്വാന്തന, എന്തെല്ലാം കാര്യങ്ങളാൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗം നിർണായകമാണ്? സൈഫുദ്ദീൻ, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി ചർച്ചയാകുക സൈഫുദ്ദീൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കരട് ബില്ല് തന്നെയാണ്. ഇന്ന് കരട് ബില്ല് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കാനാണ് തീരുമാനം. ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുക എന്നതാണ് നിലവിലെ ഒരു തീരുമാനം. ഇതിൽ പ്രധാനമായി നോക്കുകയാണെങ്കിൽ ഈ സംവരണം അനുവദിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് SC/ST അടക്കമുള്ള വിഭാഗങ്ങൾക്ക് സംവരണം അനുവദിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വകാര്യ സർവകലാശാലകൾ മുന്നോട്ടേക്ക് വയ്ക്കാനാണ് ഇപ്പോൾ ഈ കരട് ബില്ലിൽ പറയുന്നത്. അത് മാത്രവുമല്ല, ആരാണ് ഇതിന്റെ ഫീസ് നിശ്ചയിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഇതിൽ പറയുന്നുണ്ട്. എത്ര ഭൂമി ഇത്തരത്തിലൊരു സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കുകയാണെങ്കിൽ എത്രത്തോളം ഭൂമി ഈ സർവകലാശാലയ്ക്ക് വേണം തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ ചർച്ച ചെയ്യും. ഇനി അധ്യാപകരുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെ നിയമിക്കുന്നത് തീർച്ചയായിട്ടും സർക്കാർ മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഒരു സംഘം, അവർ തീരുമാനിക്കുന്ന അധ്യാപകർ അല്ലെങ്കിൽ അവർ പറയുന്ന മാനദണ്ഡ പ്രകാരം തന്നെയായിരിക്കും അധ്യാപകരെ ഇതിലേക്ക് നിയമിക്കുക. അത്തരം കാര്യങ്ങൾ ഈ ഒരു സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കരട് ബില്ല് തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഏറ്റവും പ്രധാനമായി ചർച്ചയാകുക. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ SFIയും അതുപോലെ തന്നെ CPM-ഉം ഒക്കെ വളരെയധികം എതിർത്തിരുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള സ്വകാര്യ സർവകലാശാലകൾ എന്ന് പറയുന്നത്. ഒരു വർഷം മുമ്പാണ് ഇത്തരത്തിൽ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അതിന് അനുവാദം കൊടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് പിന്നീട് സർക്കാർ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നയപരമായ മാറ്റം കൂടിയാണ് എന്ന് നമുക്ക് ഈ ഒരു ബില്ലിനെ നമുക്ക് അന്ന് അവതരിപ്പിക്കുന്ന ഒരു കരടിനെ നമുക്ക് നോക്കിക്കാണാം. അത് മാത്രമല്ല, പിന്നീട് ഈ ബ്രൂവറിയും ചർച്ചയാകുന്നുണ്ട്. ബ്രൂവറിയിൽ CPM മന്ത്രിമാർ നേരത്തെ എതിർപ്പൊക്കെ അറിയിച്ചതാണ്. അപ്പോൾ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ അവർ അത്തരത്തിലുള്ള എതിർപ്പ് പറയുമോ എന്നതും ശ്രദ്ധേയം തന്നെയാണ്. പിന്നെ ഈ ടോൾ പിരിക്കുന്ന കാര്യം, ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പണ്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിത റോഡുകളിൽ ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കുമ്പോൾ എല്ലാം നിർണായകമായ സാജുവാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ വിശദ വിവരങ്ങൾ നൽകിയത്.